പൊളിയാണ് ഈ കാണുന്നത്. ഒരു സബ് ആംപ്ലിഫയറിൻ്റെ വർക്കിലായിരുന്നു. എനിക്ക് എൻ്റെ ആവശ്യത്തിന് തന്നെയുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു ചെറിയ സീന് ഇതിനെ പറ്റിയിടാം. നമ്മൾ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. എനിക്ക് വോൾട്ടേജ് ഒന്നും സെറ്റായില്ല, അങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാൻ. അപ്പോൾ മൺഡേ കമൻറ്റ് ബോക്സിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൺഡേ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് അമൽ എസ് എന്നാളുടെയാണ്. അപ്പോൾ ഒരു കാര്യം ആദ്യം പറയാം, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇല്ലെങ്കിൽ പിന്നീട് ലൈക്ക് ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ ഇപ്പോൾ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് ലൈക്ക്, മറ്റൊന്നും ചോദിക്കുന്നില്ല, ലൈക്ക് മാത്രം. അപ്പോൾ അമൽ എസ് എന്നാളുടെയാണ് കമൻറ്റ്. ഫസ്റ്റ് കമൻറ്റ്, പയനിയർ TS-W1212S4 500 വാട്ട് RMS സബ്ബൂഫർ, ബെസ്റ്റ് കാർ ആമ്പ് ഏതാ? 500 വാട്ട്സ് RMS 4 ohms കിട്ടുന്നു. അപ്പോൾ സത്യത്തിൽ ആ ബെസ്റ്റ് കാർ ആമ്പ് 500 RMS ഔട്ട്പുട്ട് കിട്ടുന്ന ആമ്പാണ് ചോദിച്ചതെങ്കിൽ നല്ലൊരു എമൗണ്ട് ആ ആംപ്ലിഫയറിന് വരും, നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അത് ചിന്തിക്കാൻ കഴിയാത്ത എമൗണ്ട് വരും. അപ്പോൾ അതെന്തായാലും നമുക്ക് ഒരു സാധാരണക്കാരൻ വാങ്ങില്ല. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ സെർച്ച് ചെയ്ത് വാങ്ങാം. അതിന് നല്ലൊരു 40-45 ടൈപ്പ് വില ഉണ്ട്. പിന്നെ കുറഞ്ഞ ടൈപ്പ് ഒരു മോഡൽ കണ്ടത്, ഞാൻ മോഡൽ നമ്പർ നോക്കിയില്ല, എൻ്റെ ഓർമ്മയിൽ പറഞ്ഞു കേട്ടത് 32 സംതിങ് വില ഉണ്ട്. പിന്നെ ആമസോൺ ഓൺലൈൻ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പയനിയറിൻ്റെ ചില മോഡൽസ് പറയാം. പയനിയർ 4 ചാനൽ ആംപ്ലിഫയർ GME7004 എന്നുള്ളൊരു ആംപ്ലിഫയർ മാക്സിമം 500 വാട്ട് കിട്ടുന്ന ടൈപ്പ് 7240 ആണ് റേറ്റ്. ആമസോണിലെ പ്രൈസാണ്. നിങ്ങൾക്ക് ആർക്കും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഈ ടൈപ്പിൻ്റെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കാം. പിന്നെ അതിൻ്റെ നേരെ അടുത്ത മോഡൽ GME7002 ബ്രിഡ്ജബിൾ 2 ചാനൽ ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ മാക്സിമം 500 കിട്ടുന്ന ടൈപ്പാണ്. ബ്രിഡ്ജ് മോഡാണ്, ബ്രിഡ്ജ് ആംപ്ലിഫയർ ആണ്. ബ്രിഡ്ജ് ചെയ്യാൻ പറ്റി, ബ്രിഡ്ജ് ചെയ്യുമ്പോൾ 500 കിട്ടും, അതല്ലെങ്കിൽ ഒരു 2 ചാനൽ സ്റ്റീരിയോ കിട്ടും, ആ ടൈപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലായിരിക്കും, അതല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ എമൗണ്ട് കൊടുക്കാം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് റെഫർ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾ കമൻറ്റിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അടുത്ത കമൻറ്റ് അനിൽ കുമാർ എന്നാളുടെയാണ്. MP3 പാനൽ വർക്കിംഗ് ആണ്, പക്ഷേ നോ മ്യൂസിക്, എന്ത് ചെയ്യും? മൺഡേ കമൻറ്റ് ബോക്സിൽ കൂടി എൻ്റെ ഈ കമൻറ്റ് കൂട്ടണേ പ്ലീസ്. MP3 പാനൽ വർക്കിംഗ് ആണ്, പക്ഷേ സൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ ആംപ്ലിഫയർ കറക്റ്റ്, ഇപ്പോൾ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ആമ്പ് നിങ്ങൾ കാണണ്ടല്ലോ, ഈ ആംപ്ലിഫയർ ആണിത്. അപ്പോൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞുകൂടാ, അത് ഒരു പഴയ ഒരു വുഡിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്തുകൊണ്ടുവരാം. നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ആ ആമ്പിൻ്റെ ലുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്കിവിടെ തൽക്കാലം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ലുക്കിലേക്ക് കൊണ്ടുവരുന്നില്ല. ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ് സക്സസ് ആയതിൻ്റെ ശേഷം നമ്മൾ അപ്പിയറൻസ് കൊണ്ടുവരാം. അപ്പോൾ അതോടെ നമ്മൾക്ക് ആംപ്ലിഫയർ ഇപ്പോൾ ഇതിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, സോറി MP3 പാനൽ ഈ ആംപ്ലിഫയറിലേക്ക് ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ആ ഇൻപുട്ടിൽ മറ്റൊരു ഇൻപുട്ട് കൊടുത്തു നോക്കുക, ഏതെങ്കിലും തരം ഓക്സ്. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിൽ നിന്ന് ഒരു RC കൺട്രോ മറ്റോ വെച്ചിട്ട് അതിൻ്റെ ഇൻപുട്ട് കൊടുത്തു നോക്കുക. അപ്പോൾ മൊബൈലിൽ നിന്നുള്ള സൗണ്ട് പ്ലേ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമ്പ് ഓക്കെയാണ്. ആമ്പിൻ്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇത് USB-യുടെ പ്രശ്നമാണ് എന്ന് കണ്ടുപിടിച്ചെങ്കിൽ നമ്മളിപ്പോൾ പാനൽ കൊടുക്കുമ്പോൾ സൗണ്ട് ഇല്ല, നമ്മൾ ഫോണിൽ നിന്ന് കൊടുക്കുമ്പോൾ സൗണ്ട് ഉണ്ട്, അപ്പം പാനലിൻ്റെ കുഴപ്പമാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞെങ്കിൽ 95% അത് നന്നാക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല, നന്നാക്കാനുള്ളൊരു ഓപ്ഷൻ തീരെയില്ല. ഏറ്റവും ബെസ്റ്റ് അത് മറ്റൊന്ന് ഒരു പാനൽ വാങ്ങിയോണ്ട് ഫിറ്റ് ചെയ്യുക. മാക്സിമം 400 കിട്ടുന്ന ടൈപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. 800, 1000, 1000 സംതിങ്ങിൻ്റെ ഒക്കെ മോഡലുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കോമൺ മോഡലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 200-300 വില ഉള്ളൂ. G-Star ടൈപ്പ്, ആ മൈക്ക് അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത ടൈപ്പ്, മൈക്കുള്ള ടൈപ്പ്. അപ്പോൾ അത് വാങ്ങി മറ്റൊന്നും മാറ്റുന്നതല്ലേ ഏറ്റവും ലാഭകരം. നന്നാക്കാനൊന്നും, ആ പാനൽ നന്നാക്കാനൊന്നും മെനക്കെടാത്തേ നല്ലത്. 90% ആ പാനലിൻ്റെ ഔട്ട്പുട്ട് പോയതായിരിക്കും, അതുകൊണ്ടായിരുന്നു സൗണ്ട് ഇല്ലാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് മ്യൂട്ട് ഓപ്ഷൻ എന്തോ ഞെക്കി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ എടുത്ത പോയിൻ്റ് തെറ്റാണ്. അപ്പോൾ അത് ശരിക്കും ഫോട്ടോസ് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക, അപ്പോൾ ഞാൻ നോക്കാം. അടുത്ത കമൻറ്റ് അനന്തകൃഷ്ണൻ എന്നാളുടെയാണ്. ചേട്ടാ 52001943 യൂസ് ചെയ്ത 8 ഇഞ്ച് സബ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് പറയാമോ? 52001943യുടെ ആമ്പാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 52001943യുടെ 14 ട്രാൻസിസ്റ്ററുള്ള ആമ്പ്, 16 ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടുള്ള ആമ്പ് സബിന് വേണ്ടിയിട്ട്. അതിനകത്തേക്ക് ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്തിരുന്നത് 10 ഇഞ്ച് 8 ohms സബ് ഓഫറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ 52001943 യൂസ് ചെയ്ത് എത്ര എണ്ണം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാം. 2 എണ്ണമാണെങ്കിൽ സന്തോഷമായിട്ട് കൊടുക്കാം, 4 എണ്ണമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. 8 ohms തന്നെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കാം, വലിയ റിസ്ക് ഒന്നുമില്ല. ട്രാൻസിസ്റ്റർ അവിടെ സേഫ് ആയിരിക്കും. നമുക്ക് ഇത് 4 ohms ആണ് ഓഫറെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 8 ഇഞ്ച് മാത്രമേ പറഞ്ഞുള്ളൂ, എത്ര ഓംസ് ആണെന്ന് പറഞ്ഞില്ല. 8 ohms ആണെങ്കിൽ സേഫാണ്.
ഫോറംസ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ഹീറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഔട്ട്പുട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ് ഓവർ ഡ്രൈവ് ചെയ്താൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞില്ല 16 എണ്ണം വെച്ചിട്ട് ഞാൻ കൊടുത്ത് അതായത് 8 ohms 10 inch സബ് ഓഫറിലേക്കാണ്. നമ്മൾ ആ ഒരു ലെവൽ ശ്രദ്ധിച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവിടെ ഗെയിന് എത്ര വോളിയം ഫുള്ളിട്ടാലും ഒരു അത്യാവശ്യം നല്ല തരം സിഗ്നൽ ഇട്ടിട്ട് വോളിയം ഫുള്ളിട്ടാലും ക്ലിപ്പാവാത്ത രൂപത്തിൽ ഞാൻ ഇവിടെ നമ്മളെ ഫിൽറ്റർ ബോർഡിൽ ഔട്ട്പുട്ട് ഗെയിൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ നമുക്കിത് എന്ത് കൂട്ടിയാലും പേടിക്കാനില്ല, ഇത് എത്ര കൂട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പേടിക്കണ്ട. അടുത്ത നമ്മുടെ ആൽബിൻ KS എന്ന ആളുടെയാണ്. ആ സബ് ഊഫർ ബോക്സിൻ്റെ റേറ്റ് എത്രയാണ്, കൊറിയർ സർവീസ് ഉണ്ടാവുമോ? സബ് ഓഫർ അതിൽ കാണിച്ചിട്ടുള്ളതിൽ ആ കാണിച്ച ഇൻഫിനിറ്റി വെച്ച് ചെയ്ത സബ് ഓഫറിന് 2400 സംതിങ് നമ്മളിവിടുത്തെ റേറ്റ്. അത് L പോർട്ടഡ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഡാമ്പിങ് മെറ്റീരിയൽ ആഡ് ചെയ്തതാണ്, അതുപോലെ അതിനകത്ത് ബ്രേസിങ്ങും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വർക്ക് വെച്ചിട്ട് 2400 സംതിങ് വരും. അത് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഐവ എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കൊറിയർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഒരു നമ്പർ ഞാൻ പഴയ വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഗ്രാൻഡ് ബസാറിൻ്റെ വീഡിയോ ചെയ്തതിൽ. ആ ഷോപ്പിൽ 1600 രൂപയ്ക്ക് L പോർട്ട് അല്ലാത്ത റെക്റ്റാങ്കുലർ വെൻറ്റ് മാത്രമുള്ള, അതായത് ഒരു 11 ഇഞ്ച് 12 ഇഞ്ചോളം വെൻറ്റ് നീളമുള്ള ടൈപ്പ്, അത് ഒരു ഡിഫോൾട്ട് അളവിൽ ട്യൂൺ ചെയ്തുള്ള ആ ഒരു ബോക്സ് കിട്ടും. അത് കാലി ബോക്സ് ആയിരിക്കും, അത് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ ആൾട്ടർ ചെയ്യണം. L പോർട്ട് അതിൽ ചെയ്യാനില്ല, എക്സ്ട്രാ ചെയ്യാൻ വളരെ റിസ്ക്കാണ്. ഇവിടുന്ന് പീസ് കട്ട് ചെയ്ത് ഉള്ളുകൂടെ വെച്ചിട്ട് നമ്മൾ L ചെയ്യേണ്ടി വരും. അത് കറക്റ്റായില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് അളവ് എടുത്തിട്ട് ട്യൂൺ ചെയ്തതിൻ്റെ ശേഷം അളവ് തീരുമാനിച്ചിട്ട് L ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ളതാണ് ആ ബോക്സിൻ്റെ വില. കൊറിയർ ഉണ്ട്, നമ്മൾ ചെയ്തതിന് കൊറിയർ ഉണ്ട്. അടുത്ത നമ്മുടെ ഷാജി ആറ്റുപൂരം എന്ന ആളുടെയാണ് സ്ഥലം. സോറി, പൈസ എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ. ആ പ്രൊമോഷൻസ് താങ്കൾക്ക് വന്ന നല്ലൊരു ഓഫർ തന്നെയായിരുന്നു. ക്യാമറ റെൻറ്റിനെടുത്ത് ചെയ്താലും നഷ്ടം ആകില്ലായിരുന്നു. അവസരങ്ങളെ ബുദ്ധിപരമായി ഉപയോഗിക്കുക. ആശംസകൾ. സംഗതി വളരെ ശരിയാണ്. ഞാനത് റെൻറ്റിനെടുത്ത് ചെയ്യണമായിരുന്നു, പക്ഷേ അവർ സമയം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ ഡിലേ, അതായത് കുറച്ച് സമയം കിട്ടി. അതുകൊണ്ടാണ് ഞാനത് അവിടെ പെൻഡിങ് നിർത്തിയത്. റെൻറ്റിനടുത്ത് ചെയ്യാമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം റെൻറ്റിനടുത്ത് ചെയ്താൽ ആ റെൻറ്റിനടുത്ത് ചെയ്ത് ഞാൻ ശീലിച്ച് പോയാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ആ പ്രോഡക്റ്റ് വേണം, ആ ഡിവൈസ് വേണമെന്ന് ഒരു ചിന്ത വരില്ല. ഒരാൾ എനിക്കിപ്പോൾ സ്ഥിരമായിട്ടിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരോ എനിക്കൊരു iPhone 13 വീഡിയോ എടുക്കാൻ തരാം, എനിക്കൊരു പുതിയൊരു ക്യാമറ വാങ്ങാനോ ഫോൺ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം ഹൈ ക്ലാരിറ്റിയിൽ, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ അത് വീഡിയോ എടുക്കാം. പക്ഷേ അതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ ഒരു 5 ഇരട്ടി ക്ലാരിറ്റി നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടും. ക്രോപ്പ് സെൻസർ ക്യാമറ ആയാലും ശരി, ആ ഐഫോണിനാട് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ആ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ക്യാമറക്ക് ഒരു ആവശ്യപ്പെട്ടത്. റെൻറ്റിനടുത്ത് ചെയ്യുന്ന അല്ലായിരുന്നു, റെൻറ്റിനടുത്ത് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ആ ശീലം വരണ്ട എന്ന് വെച്ചിട്ടാണ്. പണ്ടൊരിക്കലും ഞാൻ എൻ്റെ വലിയൊരു ഷോപ്പിൻ്റെ അകത്തുനിന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നു. പണ്ട് കൊറോണയ്ക്ക് മുമ്പ് സമയത്ത് ഞാൻ ഷോപ്പിൽ നിന്ന് വീഡിയോ എടുത്തിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ മൊബൈൽ വൈകുന്നേരം ആകുമ്പോൾ പോയി വാങ്ങിക്കൊണ്ടുവന്ന്, അവൻ വീട്ടിലെത്തുക, ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തതിൻ്റെ ശേഷം തിരിച്ച് കൊണ്ടു കൊടുത്തിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത്. അന്ന് ആ കാലത്ത് എനിക്ക് ഫോൺ വാങ്ങാനുള്ള ചിന്തയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മറ്റൊരു സ്ഥലത്ത് ചാരി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതെ സ്വന്തമായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ആ ക്യാമറ വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങളോടൊക്കെ ഒരു സഹായം ആവശ്യപ്പെട്ടത്. എന്തായാലും അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോണിയുടെ ഒരു സെൽവിയാണ് ബുക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്താണ് ബുക്ക് ചെയ്തത്. നമ്മളെ ചാനലിലുള്ള തന്നെ ഒരു സുഹൃത്താണ്. ഈ ആഴ്ച എത്തുമെന്നാണ് പറഞ്ഞത്. ഒരാഴ്ചയിലേറെ എടുക്കുമെന്ന് പറഞ്ഞ സമയം. തിരുവനന്തപുരത്താണ് അവരുള്ളത്. അപ്പോൾ അവിടെ പോയി എടുക്കുക. അതൊരു വ്ളോഗും എല്ലാം കൂടി ആയിട്ട് ഉള്ളൊരു പ്ലാനിലാണുള്ളത്. എന്തായാലും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടെ സഹകരണം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയി വരും, കൂടുതൽ ക്ലാരിറ്റി ആവും, പവർഫുൾ ആവും. ക്യാമറക്ക് കിട്ടിയാൽ പോരല്ലോ, ക്യാമറ എടുത്ത് വർക്ക് ചെയ്യണ്ടേ, ക്യാമറ പഠിക്കണം. ഓരോ ലൈറ്റിങ്ങും ഓരോ ആംഗിളിലും ഓരോ തരത്തിലും എങ്ങനെ വെക്കണമെന്ന് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ എനിക്ക് പെട്ടെന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അരമണിക്കൂർ ഇത് തിരിച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല. അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഷാജി ആറ്റുപുരം ഒരു വലിയ താങ്ക്സ്. ആ ഒരു കമൻറ്റ് ആ രീതിയിൽ നമ്മളെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം ആ കമൻറ്റിൽ അറിയിച്ചതിന്. അടുത്ത കമൻറ്റ് ശശിങ്കാൻ ശേഷു എന്ന ആളുടെയാണ്. ഒരു ഹോം തിയേറ്റർ ചെയ്തു തരുമോ? എന്താ സംശയം? ഹോം തിയേറ്റർ ചെയ്യാം, സബ് ബോക്സുകൾ ചെയ്യാം. അതാണല്ലോ നമ്മളെ പണി. നമ്മൾ ചെയ്യുന്ന മെയിൻ നമ്മളെ കൈത്തൊഴിൽ, നമ്മൾ പഠിച്ച തൊഴിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ്. എന്താ ചെയ്യാൻ ചോദിക്കേണ്ട ആവശ്യം? എപ്പോൾ തരും എന്ന് ചോദിക്കണം. പ്രത്യേകിച്ച് ഓർഡർ തരുമ്പോൾ അതാണ് അവിടെ ചോദിക്കേണ്ടത്. ചെയ്തു തരുമോ എന്ന് ചോദിക്കേണ്ട, ചെയ്തു തരും. പക്ഷേ എപ്പോൾ വേണം എന്നുള്ളത് പറയാം. ഇന്നൊരാൾ ഓർഡർ തരികയാണെങ്കിൽ ആ ആൾക്ക് ഇന്നത്തെ ഒരു ഡേറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജൂൺ ലാസ്റ്റാണ് ഒരു ടൈം കൊടുക്കുക. ആ ടൈമിലേക്ക് വർക്ക് തീരും എന്നുള്ള നിലക്കാണ് ഓർഡർ എടുക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ജൂൺ ലാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ജൂലൈ ഫസ്റ്റ് ആഴ്ചയിലേക്ക് നീങ്ങും. അത് ആ രീതിയിലാണ്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വിധം വർക്ക് ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു സമയം എടുത്തിട്ടാണ് ഓരോന്ന് കൊടുക്കാൻ പറ്റുക.
കൂടുതൽ വർക്കേഴ്സും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കൊടുക്കാം. ഒരു വർക്ക് നേരിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ആ ടൈം എടുക്കുന്നത്. അടുത്ത കമൻറ്റ് 444 എന്ന ചാനലിൻ്റെയാണ്. 4 ohms ആംബിൽ 8 ohms ഒരു സബ് വൂഫർ ആൻഡ് 8 ohms 1 ട്വീറ്റർ പാരലലായി കൊടുത്താൽ സൗണ്ട് ലോസ് വരാതിരിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ചോദിച്ചത് ലോസ് വരുമോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ 2 8 ohms ഒരു വൂഫർ ആൻഡ് 8 ohms ട്യൂട്ടർ, ഒരു 8 ohms വൂഫർ വിത്ത് 8 ohms ട്യൂട്ടർ പാരലൈസ് ചെയ്ത് കൊടുത്താൽ സൗണ്ട് ലോസോ മറ്റെന്താ വരുമോ എന്നുള്ളത് ചോദിച്ചാൽ വരില്ല. കാരണം കറക്റ്റ് നിങ്ങൾ 4 ohms ആംബിലേക്കാണ് ഇത് കൊടുക്കുന്നത്. വൂഫർ നല്ല ക്വാളിറ്റിയാണ്, ട്യൂട്ടർ നല്ല ക്വാളിറ്റി ആണെങ്കിൽ നല്ല വർക്കിംഗ് കിട്ടും, നല്ല പെർഫോമൻസ് കിട്ടും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമുക്കിപ്പോൾ 8 ohmsൻ്റെ ആംബിലേക്കാണ് 4 ohms കൊടുക്കുന്നതെങ്കിൽ കുഴപ്പം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത കമൻറ്റ് അജിത്ത് എന്ന ആളുടെയാണ്. ചേട്ടാ എനിക്കൊരു ഡൗട്ടുണ്ട്. 6 FET പാരലൽ മോണോയിൽ 4 ohms ആണ് 52001943. അതിൽ 6 ohmsഉം 8 ohmsഉം കൊടുത്താൽ ബോർഡ് ഓവർലോഡ് ആകുമോ? അപ്പോൾ നേരത്തെ ചോദിച്ച കമൻറ്റിൻ്റെ മറ്റൊരു വശം അതുതന്നെയാണ് സംഭവം. അതായത് 6 FET പാരലൽ ബോർഡ് മോണോ ആണ്, 4 ohms മോണോ ആണ്. അതിലേക്ക് 6 ohmsോ 8 ohms 16 ohms ഒക്കെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ താഴോട്ട് പോകാനാൽ മതി. ഇപ്പോൾ 4 ohms ആണല്ലോ ആംബ് പറഞ്ഞത്, 2 ohms 3 ohmsലേക്കൊക്കെ പോയാൽ പണി കിട്ടും. നിങ്ങൾക്ക് അവിടെ ഔട്ട്പുട്ട് വാട്ട്സ് എത്രയാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇതിലിപ്പോൾ ഔട്ട്പുട്ട് വാട്ട്സ് ഇപ്പോൾ ഒരു 5 ഇതിപ്പോൾ ഒരു 2 എണ്ണം വെച്ചിട്ട് പെയർ ആണെങ്കിൽ ഒരു 70 90 100 watts പ്രതീക്ഷിക്കാം. അപ്പോൾ ആ 100 watts എന്ന് 8 ohmsലോ 6 ohmsലേക്കോ പോകുമ്പോൾ 4 ohmsൽ പറഞ്ഞാൽ 100 watts ആണെങ്കിൽ അത് കിട്ടില്ല, നമുക്കൊരു 80 watts പ്രതീക്ഷിക്കാം. ഓംസ് കൂടി ലോഡിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഔട്ട്പുട്ട് വ്യത്യാസം വരും. അടുത്ത കമൻറ്റ് ഷിഹാദ് AVS എന്നാളുടെയാണ്. ഇത് വൂഫർ സെപ്പറേഷൻ വേണ്ടേ ക്യാബിൻ? നമ്മളെ ഈ ബോക്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ വൂഫറിനകത്ത് ബോക്സിന് സെപ്പറേഷൻ വേണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വൂഫർ മിഡ് റേഞ്ച് മറ്റ് ട്യൂട്ടേഴ്സായിട്ട് സെപ്പറേഷൻ വേണ്ടത്. അപ്പോൾ അതിനകത്ത് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ മിഡ് റേഞ്ച് കമ്പനി മിഡ് റേഞ്ചാണ്, ആ മിഡ് റേഞ്ച് സീൽഡാണ്. അതിന് സെപ്പറേറ്റ് ബോക്സ് ചെയ്യേണ്ട ആവശ്യം അതിൻ്റെ ഉള്ളിൽ വന്നില്ല. പിന്നെ അത് മാത്രമല്ല ആ ട്യൂട്ടർ അതിനകത്ത് ഉണ്ടായിരുന്ന മറ്റേ ട്യൂട്ടറും നമ്മൾ പിന്നെ പക്ഷേ G-Techൻ്റെ ട്യൂട്ടറാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ആ എയർ പ്രശ്നം ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സെപ്പറേഷൻ വേണ്ടതെന്ന് വെച്ചത് ഈ രണ്ടും തമ്മിലുള്ള എയർ വോളിയത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ആ ഒരു റെസൊണൻസ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട്, അതായത് ആ വൂഫറിന് വേണ്ട ലെവലിലുള്ള ഒരു എയർ വോളിയം അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. ആ എയർ വോളിയത്തിനകത്ത് ഈ 3 സ്പീക്കേഴ്സ് വരുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കിയിട്ടാണ് ആ ബോക്സിൻ്റെ ഡയമെൻഷൻ തീരുമാനമാക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ ഡയമെൻഷൻ ഈ വൂഫറിന് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് മീൻസ് അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വൂഫറിൻ്റെ ഡാറ്റ, അതായത് ഗൂഗിൾ സെർച്ചിലൂടെ കിട്ടിയ റിസൾട്ടാണ്. അതിൻ്റെ പക്ക റിസൾട്ട് നമുക്കറിയില്ല കറക്റ്റായിട്ട്. അതിൻ്റെ ഉള്ളൊരു കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ കമ്പനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ആ ഒരു റിസൾട്ട് വെച്ചിട്ട് കണ്ടുപിടിച്ച ഒരു ഡയമെൻഷനാണ് അതിലടിച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആണ് നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ്. അതിനകത്ത് ആ പാർട്ടീഷൻ്റെ ആവശ്യം അങ്ങനെ ആകുമ്പോൾ വരുന്നില്ല. പിന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിലെ കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞു. കുറഞ്ഞ കമൻറ്റ്സ് ഉണ്ടായുള്ളൂ, കുറഞ്ഞ വീഡിയോസ് ഈ മാസം വളരെ കുറഞ്ഞ വീഡിയോസ് ആയതുകൊണ്ട് കുറഞ്ഞ കമൻറ്റ്സാണുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആമ്പിൻ്റെ വർക്ക് ഉണ്ട്, അപ്പോൾ അതങ്ങനത്തെ കുറച്ച് കൂടിയ ടൈപ്പ് നല്ല ടൈപ്പ് വർക്കുകൾ വരാണ്ട് എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമുക്ക് അതൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ കാണുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കാണില്ല എന്ന് പറയുന്നുണ്ട്. അത് കാരണം നിങ്ങളെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ ആമ്പ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലോ തുടക്കത്തിൽ. അപ്പോൾ ഇത് ചെറിയ എക്സ്പെരിമെൻറ്റിലാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇതിന് വോൾട്ടേജ് വേണം, ഔട്ട്പുട്ടിൽ ഇനി എത്ര വോൾട്ടേജ് വേണം എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റിലാണ്. ഇപ്പോൾ മൊത്തത്തിൽ 90 വോൾട്ടോളം നമുക്ക് ഈ വലിയ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് കൺഫേം ആയിട്ട് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഓരോ ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് വേണം അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ പ്ലേ കാണിച്ചു തരാം. ബോളയാണ് ഈ കാണുന്നത്.